എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് രാവിലെ പറിച്ച പച്ചക്കറികളാണ്. അപ്പു പറിച്ചു തന്നാ കേട്ടോ. മത്തൻ്റെ കൂമ്പ് കുറേ കിട്ടിയിട്ടുണ്ട്. പുതിയതായിട്ട് ഉണ്ടായി വന്നേക്കുന്നതാണ് ഇത്. ഇപ്പം മത്തങ്ങ എല്ലാം തന്നെ തീർന്നെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ നമുക്ക് വെണ്ടയ്ക്കായും പച്ചമുളകും കരിയാപ്പിലയും കാന്താരിമുളകും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കറി വയ്ക്കാനുള്ള മത്തൻ്റെ കൂമ്പ് മാത്രം കേട്ടോ നമ്മൾ പറിച്ചിട്ടുള്ളത്. തീരെ തളിരാണ്. അപ്പോൾ അതെല്ലാം നല്ലപോലെ ക്ലീനാക്കി മണ്ണൊക്കെ കാണും, നിലം തൊട്ട് കിടക്കുന്നതല്ല, നല്ലപോലെ ക്ലീൻ ചെയ്ത് മണ്ണൊക്കെ ഉണ്ടോയെന്ന് പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നല്ലപോലെ കഴുകി നീറ്റാക്കി എടുത്തേച്ച് വേണം. ഇതുപോലെ എല്ലാം കൂട്ടി പിടിച്ച് ഒന്ന് അരിയാനേ ഉള്ളേ. അപ്പോൾ അരിയുമ്പോൾ ഇങ്ങനെ നൂഡിൽസ് പോലെ വരും. അപ്പോൾ അതെല്ലാം കൂടി ഇതുപോലെ ചേർത്ത് ഇതുപോലെ കൂട്ടി പിടിച്ച് വെച്ച് ഒന്നുകൂടി അരിഞ്ഞാൽ അതങ്ങ് സെപ്പറേറ്റ് ആയിട്ട് വന്നോളും കേട്ടോ. പിന്നെ ഇതുപോലെ ആക്കി കിട്ടും നമുക്ക്. പിന്നെ നമുക്കിതിന് കാന്താരിമുളകും കരിയാപ്പിലയും ചെറിയ ഉള്ളിയും വേണേ. ഇതിപ്പോൾ ഞാൻ ഈ കാണിക്കുന്നുണ്ടല്ലോ, ആദ്യമായിട്ട് ഈ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അതിനാന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി പൊളിക്കുമ്പോൾ കണ്ണെരിയുന്ന ഉള്ളി സവാളയും പൊളിക്കുമ്പോൾ കണ്ണെരിയുമല്ലോ. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ കണ്ണിൽ നിന്ന് വെള്ളം വരത്തില്ലേ. അപ്പോൾ ഈ ഉള്ളിയുടെ വാലുഭാഗം ആദ്യം മുറിച്ച് കളയണേ. ഞാൻ പറഞ്ഞു ഈ വേര് പോലെയുള്ള ഭാഗമില്ലേ, അവിടെ നമ്മൾ കത്തി തൊടിയിക്കരുത്. കത്തി അവിടെ കൊണ്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവിടെ മുറിവ് വന്നു കഴിയുമ്പോൾ അവിടെ കുറേ വാതകമുണ്ട്, അതങ്ങ് സ്പ്രെഡ് ആകുമ്പോഴേ നമ്മുടെ കണ്ണെരിയുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണേ. അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഇതുപോലെ കണ്ടിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഉള്ളി എടുക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ കണ്ടിക്കുക, അന്നേരം നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങുമേ. ഇങ്ങനെ മുറിക്കരുതെന്ന് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണം കേട്ടോ. ഇപ്പോൾ കണ്ണെരിയുന്ന ആൾക്കാരെ ഇതുപോലെ ചെയ്യരുത്. ഈ വേര് പോലുള്ള ഭാഗം അത് നൈസായിട്ട് സ്കിന്നെ തൊടാതെ, ഞാൻ സവാള പൊളിച്ച് കാണിക്കാവേ, സ്കിന്നെ തൊടാതെയും കളഞ്ഞാൽ മതി. ഇതുപോലെ തന്നെ വാലിൻ്റെ ഇരിക്കുന്ന ഭാഗം, ആ മൂട് ഭാഗം ആദ്യം കളഞ്ഞ് വെച്ചാൽ പിന്നെ ഈ ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ കളയണം. അത് നൈസായിട്ട് എന്ന് പറഞ്ഞാൽ സവാളയെ കത്തി കൊള്ളാതെ നൈസായിട്ട്, തീരെ നൈസായിട്ട് അതുപോലെ കളഞ്ഞാൽ മതിയേ. ഇപ്പോൾ സവാള അരിയുമ്പോഴാണെങ്കിലും ആ വാൽഭാഗം മുതൽ മേലോട്ട് എരിഞ്ഞ് വന്നിട്ട് ഈ ഭാഗം അങ്ങോട്ട് കളഞ്ഞേച്ചാൽ മതി കേട്ടോ. അത്രയും ഭാഗം വരുമ്പോഴത്തേന് അന്നേരം നമ്മുടെ കണ്ണ് എരിയത്തില്ല. ഇനി കാന്താരി കരിയാപ്പിലയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചെടുക്കണം നമ്മുടെ മത്തൻ്റെ ഇല തോരൻ വയ്ക്കാൻ. എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് വെച്ച് അതിനകത്തോട്ട് 1 സ്പൂൺ അരി ഇട്ട് കൊടുത്ത്, ഈ ഇലക്കറികൾ പ്രത്യേകിച്ച് മത്തൻ്റെ ഇലയൊക്കെ കറി വയ്ക്കുമ്പോൾ ചെറിയ മക്കുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാട്ടോ. ഇവിടെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് ഒന്ന് ആവി കയറി വരണം. ആ മൂടൽ നിറച്ച് ആവി വരുന്ന സമയമാകുമ്പോൾ നമ്മൾ കരിയാപ്പിലയും കാന്താരിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ പ്രാവശ്യം നമ്മൾ നല്ലപോലെ ഇളക്കി ഒന്നുകൂടെ മൂടി വെച്ച് ആവി കയറ്റിയെടുക്കണേ. പെട്ടെന്നായി വരും കേട്ടോ. ഇനിയാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. തേങ്ങായും ഉപ്പും മഞ്ഞൾപ്പൊടി ഇനി ചേർക്കണേ. അതിനാന്ന് പറയാൻ തീരെ തളിരിലായതുകൊണ്ട് പെട്ടെന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അതുപോലെ ഈ പ്രാവശ്യം ചെറുതായിട്ടൊന്ന് ആവി കയറിയാൽ മതി. കാരണം അത്യാവശ്യം നല്ലപോലെ വെന്തു, ഉള്ളിയും മുളകും ഇലയും വെന്തതാണ്. പിന്നെ തേങ്ങയൊക്കെ ഉള്ളൂ. ഒന്ന് ആവി കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണേ.